ഹലോ, വെൽക്കം ടു അജി കിച്ചൺ. ഇത് ഞാനൊരു ചിക്കൻ റോളാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഇത് ബോൺലെസ് ചിക്കനാണ്, ചെറിയ ചെറിയ പീസായിട്ട് കണ്ടില്ലേ, ഇതുപോലെ. നമ്മൾ വീട്ടിൽ ചിക്കൻ കറി വെക്കാൻ മേടിക്കത്തില്ലേ, അതിൽ നിന്നൊക്കെ എടുത്താൽ മതി. അല്ലെങ്കിൽ ബ്രസ്റ്റ് കിട്ടും, അതിൽ നിന്ന് എടുത്താലും മതിയേ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒരു 300 ഗ്രാം ഉണ്ടേ, എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് അധികം പുളിയില്ലാത്ത 2 ടേബിൾ സ്പൂൺ തൈര് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത്, 1 ടീസ്പൂൺ പിരിയം മുളക് പൊടി ഇട്ട് കൊടുത്ത്, ഇതിനകത്ത് 1 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്ത്, ഇതിനകത്ത് 1 ടീസ്പൂൺ ഒറിഗാനോ അത് ഇട്ട് കൊടുത്ത്, ഇതിനകത്ത് 1/2 ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുത്ത്, ഇതിനകത്ത് 2 പൂണ്ട് വെളുത്തുള്ളി, 10-15 വെളുത്തുള്ളിയോളം വരെ. അത് പിന്നെ വെളുത്തുള്ളിയുടെ വലിപ്പം അതൊക്കെ നോക്കണേ, വലിയ വെളുത്തുള്ളിയാണോ ചെറുത് വെളുത്തുള്ളിയാണോ എന്നുള്ള അത് നോക്കണേ. അതിട്ട് കൊടുത്ത്, വെളുത്തുള്ളി നല്ലതല്ലേ. പിന്നെ ഇതിനാവശ്യമുള്ള ഉപ്പ് ഇട്ട് കൊടുത്ത്, പിന്നെ ഇതിനകത്ത് ഒരു ടേബിൾ സ്പൂണോളം റെഡ് ചില്ലി സോസ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ടേ. ഇതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇത് കൈവച്ച് തന്നെ കുഴക്കാം. നല്ലതുപോലെ കുഴച്ചിട്ട് നമുക്കിതൊന്ന് കവർ ചെയ്ത് ഒരു 10-20 മിനിറ്റ് നമുക്ക് ചപ്പാത്തി റെഡിയാക്കണം. ചപ്പാത്തി ഞാൻ റെഡിയാക്കുന്ന കാണിക്കുന്നില്ല, കാര്യം എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ, അത് വീഡിയോയുടെ ലെങ്ത് കൂടെ. ഇത് നമുക്കൊരു 10-20-30 മിനിറ്റോളം ഇങ്ങനെ ഇരിക്കട്ടെ. ഇത് കവർ ചെയ്തുകൂടെ വെക്കാം. ഇതിവിടെ ഇരിക്കട്ടെ. നമ്മൾ ചിക്കൻ പുരട്ടി വെച്ചിട്ടില്ലേ, അത് ഒരു 25 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടേ. ഇനി നമുക്ക് സ്റ്റൗ ഓണാക്കാം. ഒരു കടായി അടുപ്പിൽ വെച്ചിട്ടുണ്ട്, പാത്രം ചൂടാവട്ടെ. ഇതിനകത്തോട്ട് കുറച്ച് വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുക്കേ, ഏകദേശം ഒരു 2 ടേബിൾ സ്പൂണോളം. ഇതിനകത്ത് നമ്മളിപ്പോൾ ഈ എണ്ണ ചൂടായി. അജി കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്യാത്തത് സബ്സ്ക്രൈബ് ചെയ്ത്, ലൈക്ക് ചെയ്ത്, ഫോളോ ചെയ്ത്, ഷെയർ ചെയ്യാൻ മറക്കല്ലേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തവർക്ക് വളരെ വളരെ നന്ദിയുണ്ടേ. നമ്മളിപ്പോൾ റെഡിയാക്കി വെച്ച ഈ ചിക്കനില്ലേ, അത് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കേ. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള, പിള്ളേർക്ക് സ്കൂളിൽ കൊണ്ടുപോകാനായാലും ഓഫീസിലും ഒക്കെ ജോലിക്ക് പോകുന്നവർക്ക് കൊണ്ടുപോകാനായാലും ഒക്കെ നല്ലൊരു ചിക്കൻ റോളാണേ, ചിക്കൻ ചപ്പാത്തി റോള്. ആദ്യം നല്ല തീയിലാണ് ഇത് കിടക്കുന്നത്. ഒരു
ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് തീ കുറച്ച് വെച്ചിട്ട് വേവിക്കാം. ചെറിയ പീസസ് അല്ലേ ഇതെല്ലാം. ഇത് മസാല പുരട്ടി വെച്ചിട്ട് ഫ്രിഡ്ജിലൊന്നും വെക്കല്ലേ, പുറത്ത് തന്നെ ഇരുന്നാൽ മതി. കാര്യം അധികം നേരം നമ്മൾ വെക്കുന്നില്ലല്ലോ. ഓക്കെ, നമ്മുടെ ചിക്കൻ്റെ ഒരു 2-3 മിനിറ്റ് ഞാൻ ഈ ഫുൾ തീയിലിട്ട് റെഡിയാക്കിയിട്ടുണ്ടേ. ഇനി ഇത് നമുക്കൊന്ന് കവർ ചെയ്ത് കൊടുക്കാം. ചിക്കൻ വേവണ്ടേ, ഒന്ന് കവർ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് തീ മീഡിയത്തിലോട്ട് വെക്കേ. മീഡിയത്തിൽ തൊട്ട് താഴെ വെച്ചാൽ സിമ്മിലാക്കണ്ട. ഇതൊരു 12 മിനിറ്റ് ഇങ്ങനെ കിടന്ന് 12-13 മിനിറ്റ് ഇങ്ങനെ കിടന്ന് വേവട്ടെ. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണേ. നമ്മുടെ ചിക്കൻ നോക്കേ, ഞാൻ ഒരു 6-7 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാനൊന്ന് ഇളക്കി കൊടുത്തായിരുന്നേ. പിന്നെ ഫ്ലെയിം തീരെ സിമ്മിലിട്ടിരുന്നു. ഇപ്പോൾ ഒരു 12 മിനിറ്റ് കഴിഞ്ഞു. നമ്മൾ ചിക്കനൊക്കെ റെഡിയായി. ഇനി ഇതിനകത്ത് ഒരു 2 ഇടത്തരം ക്യാപ്സിക്കം അത് ഇതുപോലെ കനം കുറച്ച് നീളത്തിലരിഞ്ഞത്, പിന്നെ ക്യാബേജിൻ്റെ 3 ലീഫ് അത് നീളത്തിൽ ഇതുപോലെ അരിഞ്ഞതേ. ഇനി ഇതിനകത്ത് ഒരു 1/2 ടീസ്പൂണോളം ചതച്ച മുളകില്ലേ, അതിട്ട് കൊടുക്കേ. അതിട്ട് കൊടുത്ത് ഇനി ഇതെല്ലാം കൂടെ നല്ലതുപോലെ മിക്സ് ചെയ്യേ. നല്ല മണമാണിത്. ഇത് കൂട്ടൊന്നും വേണ്ട, ഈ സിമ്മിൽ തന്നെ ഇങ്ങനെ കിടന്നാൽ മതി. ഇതെല്ലാം നല്ല മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് കവർ ചെയ്ത് കൊടുക്കാം. ഒരു 1-2 മിനിറ്റ് കിടന്നാൽ മതി. ഇത് വെന്ത് കുഴഞ്ഞു പോകരുത്. ഇതിങ്ങനെ കിടക്കട്ടെ. ഇനി നമുക്ക് ഇതിങ്ങനെ ഒരു സിമ്മിൽ തന്നെ ഒരു 2 മിനിറ്റ് കിടന്നാൽ മതി. ഇന്നൊരു സോസ് ഉണ്ടാക്കാം. ഒരു ക്രീം വേണ്ടേ സ്പ്രെഡ് ചെയ്യാനായിട്ട്. ഇതിനകത്ത് നമുക്കൊരു ക്രീമിന് വേണ്ടിയിട്ട് ഇതിനകത്ത് 2 മുട്ട പുഴുങ്ങിയത് അതെ ഇതിട്ട് കൊടുക്കാം. ഒരു മിക്സിയുടെ ജാറിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഓറിഗാനോ ഇട്ട് കൊടുക്കാം. പിന്നെ 2 ടേബിൾ സ്പൂൺ അധികം പുളിയില്ലാത്ത തൈരാണേ ഒഴിച്ചു കൊടുത്ത്, പിന്നെ ഇതിനകത്ത് ഒരു 1/2 മുറി ക്യാപ്സിക്കം അതിട്ട് കൊടുക്കാം. പിന്നെ ഇതിനകത്ത് കുറച്ച് കുക്കുംബർ അരിഞ്ഞത് ഗ്രേറ്റ് ചെയ്ത് വെച്ചത് അതിട്ട് കൊടുത്ത്, ഇനി ഇതിനകത്ത് ഒരു ടീസ്പൂൺ പിരിയമുളക് പൊടി ഇട്ട് കൊടുത്ത് ഇതിലോട്ട് ഒരു 4-5 അല്ലി വെളുത്തുള്ളി അതും ഇട്ട് കൊടുത്ത്, പിന്നെ ഇതിനകത്ത് കുറച്ച് ഒലിവ് ഓയിലേ അല്ലെങ്കിൽ റിഫൈൻഡ് ഓയിൽ ഒഴിച്ചു കൊടുത്താലും മതി. സൺഫ്ലവർ ഓയിലോ തോനെ വേണ്ട, കുറച്ച് മതിയേ. ഒരു 2-3 ടീസ്പൂൺ മതിയേ. ഇനി ഇതിനാവശ്യമുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇത് നല്ലതുപോലെ ഒന്ന് പേസ്റ്റ് ആക്കിയെടുക്കേ. ഓക്കെ, നമ്മളുടെ ക്രീം റെഡിയായേ. ഇതിനകത്ത് കുക്കുംബർ ഇടണ്ടെങ്കിൽ കുക്കുംബർ ഇടണ്ട, അത് ഓരോരുത്തരുടെ ഇഷ്ടം പോലെ നമുക്കിഷ്ടമുള്ള ഫ്ലേവർ റെഡിയാക്കിയെടുക്കേ. ഓക്കെ, അപ്പോൾ ഇത് വിട്ടിരിക്കട്ടെ. നമ്മളെ ചിക്കൻ നോക്കാം. ചിക്കൻ നോക്കേ.
മതി. ഈ ക്യാപ്സിക്കം ഇതൊന്നും വെന്ത് പോകരുത്. ഉണ്ടോ, ഒന്ന് ചെറുതായിട്ടൊന്ന് വാടിയാൽ മതി. അപ്പോൾ അത് കഴിഞ്ഞ് ഇനി ഇതോടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് ചപ്പാത്തി എടുക്കാം. നമ്മൾ ചപ്പാത്തി ചുട്ടെടുക്കാനായിട്ട് ചപ്പാത്തി ഒരുപാട് മൊരിയണ്ട. ഉണ്ടാക്കി വെക്കുന്ന ചപ്പാത്തി അപ്പുറം ഇപ്പുറം ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കേ. കല്ല് ചൂടാവട്ടെ. ഇനി നമ്മളിപ്പോൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ചിക്കനില്ലേ, ഇതിനകത്തോട്ട് കുറച്ച് ഫ്രഷ് മല്ലിയില ഇട്ട് കൊടുക്കേ. ലാസ്റ്റ് ഇട്ട് കൊടുക്കാവുള്ളൂ. ഒന്ന് മിക്സ് ചെയ്യാം. കഴിക്കട്ടെ. അപ്പുറം ഇപ്പുറം ഒന്ന് ചെറുതായിട്ട് ചൂടാക്കിയെടുക്കാം. മതിയേ. ഇതുപോലെ എല്ലാം റെഡിയാക്കിയെടുക്കേ. അപ്പം നമ്മുടെ ചപ്പാത്തി എല്ലാം റെഡിയായി കഴിഞ്ഞേ മതി. ഇനി ഗ്യാസ് ഓഫാക്കാം. ഇനി നമുക്കിതിൻ്റെ ഫൈനൽ സ്റ്റേജ് അങ്ങോട്ട് കിടക്കാം. നമുക്ക് ആദ്യമേ നമ്മൾ റെഡിയാക്കി വെച്ചേക്കുന്ന ചപ്പാത്തി എന്ന് പറഞ്ഞിടത്ത് ഇങ്ങോട്ട് വെച്ചിട്ട് ഈ റെഡിയാക്കി വെച്ചേക്കുന്ന ക്രീമില്ലേ, അത് ചപ്പാത്തിയുടെ പുറത്തോട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കേ. എന്നിട്ട് ഈ ചിക്കൻ്റെ കൂട്ടിൽ നിന്ന് കുറച്ച് വെച്ച് കൊടുക്കുക. ഇതിനകത്ത് കുറച്ച് കുക്കുംബർ ഗ്രേറ്റ് ചെയ്തേ. ഇതിലോട്ട് വീണ്ടും ഈ ക്രീം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലോട്ട് ഞാൻ ഒരു ചീസിൻ്റെ സ്ലൈസ് വെച്ച് കൊടുക്കണേ. ഇത് ഇങ്ങനെ റോൾ കവർ ചെയ്യുന്നതാണ് നല്ലത്. അപ്പുറം ഇപ്പുറം ഇങ്ങനെ മടക്കുക, ഇങ്ങനെ വെക്കുക. ഇത് നമുക്ക് ഇങ്ങോട്ടെടുത്ത് വെക്കാം. ഞാൻ അതുപോലെ അടുത്ത ചപ്പാത്തി എടുത്തിടാം. ഇത് ഇങ്ങോട്ട് ഒരു സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. സെയിം ആദ്യം ചെയ്ത കണക്ക് തന്നെ ഇതെല്ലാം റെഡിയാണ്. ഇത് നമുക്ക് ഇങ്ങോട്ടെടുത്ത് വെക്കാം. ഞാൻ അതുപോലെ അടുത്ത ചപ്പാത്തി എടുത്തിടാം. സ്റ്റവ് ഓണാക്കെ. കല്ലൊന്ന് ചൂടാവട്ടെ. ഈ ചൂടായ കല്ലിലോട്ട് കുറച്ച് റിഫൈൻഡ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ നെയ്യ് ഒഴിച്ചു കൊടുക്കാം, ബട്ടർ ഒഴിക്കാം, എന്ത് വേണമെങ്കിലും ഇടാം. ഇനി ഇതിനകത്തോട്ട് നമ്മൾ റെഡിയാക്കി വെച്ചേക്കുന്ന ഓരോ റോളും ഇതിനകത്തോട്ട് വെച്ച് കൊടുക്കുക. നല്ലോണം ഇരിക്കട്ടെ. തീ ഒന്ന് കുറച്ച് കൊടുക്കുക. ഒരു അധികം സമയമൊന്നും വേണ്ടത് റെഡിയാക്കി എടുക്കാൻ. കണ്ട മതി, ചെറിയ തീ മതിയേ. ഇത് നമുക്ക് ഈ പ്ലേറ്റിലോട്ട് എടുത്ത് വെക്കാം. അതുപോലെ ഇതൊക്കെ വെച്ച് കൊടുക്കാം. ഓക്കെ, നമ്മുടെ ലാസ്റ്റത്തെ റോളും റെഡിയായി. ഇനി ഞാൻ ഗ്യാസ് ഓഫാക്കുകയാണ്. ഇത് താഴോട്ട് വെച്ചിട്ട് ഞാൻ വെട്ടി കാണിച്ചു തരാം. ചിക്കൻ റോളെല്ലാം റെഡിയായി. അപ്പോൾ ചൂടാണ്.
ചൂടോട് കഴിക്കണം, അല്ലെങ്കിൽ ചീസ് നല്ല മെൽറ്റായിട്ടുണ്ട് ഇതിനകത്തെ. ഞാൻ കാണിച്ചതേ. ഓക്കെ ഓക്കെ, ഇത് ടേസ്റ്റാണെന്ന് ഇത് കഴിക്കാനായിട്ട്. ചീസ് വേണമെന്നില്ലേ, അടിപൊളി ടേസ്റ്റാണ്. അപ്പം ഇതുപോലെ ഉണ്ടാക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് പറയാൻ മറക്കല്ലേ. അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം. നമുക്കിതിൻ്റെ കൂടെ വേറെ കറിയുടെയോ വേറെ ഒന്നിൻ്റെ ആവശ്യം, നമ്മൾ ഉണ്ടാക്കിയ ക്രീമില്ലേ അതിൻ്റെ ബാക്കി നമുക്കാണ്, അത് മാത്രം മതി. അപ്പം അത് വേണമെന്നുമില്ല, ഇതിനകത്തെല്ലാം ഉണ്ട്. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്.